നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടില്ലേ, ഈ ഡയലോഗ് പറഞ്ഞു പഴകി. നോമ്പിന് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇടാൻ പറ്റിയില്ല. കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു അല്ലേ, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്ത എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അത് കാണുമ്പോൾ നല്ല സന്തോഷം. അപ്പൊ ഇന്നൊരു പ്രത്യേകത എന്താ വെച്ചാല്, ഇന്ന് നമ്മൾ ഉമ്മാനെ കരാട്ടെ ക്ലാസ്സിന് കൊണ്ടുപോവാണ്. ഉമ്മ വഴിക്കേ വരാറില്ല, മാഷം കാണാൻ പിടിച്ചെങ്കിലും. സംഭവം അതൊന്നുമല്ല, ഇന്ന് നമ്മുടെ കരാട്ടെ ക്ലാസ്സിൽ ഇഫ്താർ മീറ്റ് ആണ് അല്ലേ. നമ്മളെല്ലാരും കൂടി നമ്മൾ നോമ്പ് തുറക്കാനാ പോണത്. പക്ഷെ ഇവള് നോമ്പ് തുറന്ന് പറയുമ്പോ തന്നെ എക്സ്പ്രഷൻ ആയിട്ട് മാറും. ഒന്നുകൂടി കാണിച്ച എന്താ എക്സ്പ്രഷൻ? ഓക്കെ, അപ്പൊ നമുക്ക് നോമ്പ് തുറയുടെ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ. റമദാനായിട്ട് നമ്മുടെ കരാട്ടെ ക്ലാസ്സിൽ ഒരു ഇഫ്താർ നടത്തിയില്ലെങ്കിൽ എങ്ങനെ ശരിയാവും അല്ലേ. ഈ കാണുന്ന വാട്ടർമെലൻ ഇവന്റെ വാങ്ങി ഒന്ന് ഷൈൻ ചെയ്യാൻ നോക്കിയതാ, പക്ഷെ സംഭവം പാളിപ്പോയി. എന്തായാലും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐഷോന് ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ്, അതുകൊണ്ട് തന്നെ അവള് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുത്ത മാഷിനാണ് ബിഗ് താങ്ക്സ്. ട്രെയിനിങ്ങിന് വേണ്ടി ആഴ്ചയിൽ 2-3 ദിവസം മാത്രം കാണുന്ന കൂട്ടുകാരെ ഇന്നൊരു വ്യത്യസ്ത രീതിയിൽ കാണാൻ പറ്റി. ഈ കരാട്ടെ കളരി എന്നൊക്കെ പറയുന്നതേ നമ്മളെ ശക്തരാക്കുന്നവർ ഒരു സ്പോർട്സ് മാത്രമല്ല, നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റിയും നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളും തരുന്ന ഒരു കുടുംബം കൂടിയാണെന്ന് ഞാനിന്ന് മനസ്സിലാക്കി. എത്ര സഹകരണത്തോടു കൂടിയാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതെന്ന് ഞാൻ നോക്കിക്കാണായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പീക്കറി ടീംസ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായി. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ബിരിയാണി ദമ്മ് പൊട്ടിച്ചു. താങ്ക് യു ചേട്ടാ, കുറച്ച് ചോറിട്ട്. സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും ആർഭാടം കാണിച്ച ഒരു നോമ്പുതറ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.